ചത്തപ്പച്ച. വെൽക്കം ടു നെക്സ്റ്റ് ഒരീന ടോക്സ്. ഇന്ന് നെക്സ്റ്റ് ഒരീന ടോക്സിൽ സംസാരിക്കുന്നത് ചത്തപ്പച്ച എന്ന മൂവിയുടെ ഒപ്പീനിയനാണ്. നവാഗതനായ അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചത്തപ്പച്ച ഫോർട്ട് കൊച്ചി എന്ന ഒരു ബാക്ക് ഡ്രോപ്പിൽ നിർത്തിക്കൊണ്ട് ഒരു മലയാളീകരിച്ച ഒരു WWE ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അതിൽ ഒരു ഫൈറ്റ് മാത്രമല്ല, എങ്ങനെ നമ്മളെ അത് ഇമോഷണലി ഹുക്ക് ചെയ്യുന്നു എന്നതുകൂടി ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഭിനേതാക്കളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിൽ അഭിനയിച്ച ആ ചെറിയ കൊച്ചാണ്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ പ്രകടനമാണ്. അതിനുശേഷം മാത്രമേ ഞാൻ അർജുന അശോകനെയും ഇഷാൻ ഷൗക്കത്തിനെയും കുറിച്ച് പറയുള്ളൂ. കാരണം റോഷൻ മാത്യുവിൻ്റെ ഇമോഷണൽ കണക്ട് നമുക്ക് ശരിക്കും ഫീലാകും. അതുപോലെ ആ കുട്ടിയുടെ പ്രകടനവും അവസാനം കുട്ടിയോട് നമുക്കൊരു കണക്ഷനും കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ സർപ്രൈസിങ് എലമെൻ്റ് ആയിരുന്നു ഇതിലെ ക്യാമിയോ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ വരെ കിടിലനായിരുന്നു. പിന്നീട് നിങ്ങൾ പ്രേക്ഷകരെ കണ്ട് തന്നെ വിലയിരുത്തട്ടെ. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ പടം ടോപ്പ് നോച്ചാണ്. ആനന്ദ് സി ചന്ദ്രൻ്റെ സിനിമാറ്റോഗ്രഫി ആയാലും മുജീദ് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ശങ്കറി ലോരിയുടെ മ്യൂസിക്കും എല്ലാനും ഈ പടത്തിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ ഈ സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ടൈം നമ്മളെ അത്ര കണക്ട് ചെയ്യിക്കുന്നില്ല. പക്ഷെ പിന്നീട് ഈ WWE ഫൈറ്റ് സ്റ്റാർട്ടാകുന്നതോടുകൂടി, അതായത് ഈ WWE ഫൈറ്റിൻ്റെ ഇടിരംഗങ്ങളെല്ലാം കോരിത്തരിപ്പിക്കുന്നതാണ്. അതും ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഈ ആലപ്പുഴ ജിങ്കാനയിലെ ഓരോ ഫൈറ്റും ഡിഫറൻറ്റിൽ, അതുപോലെ തന്നെയാണ് ഇതിലെ ഓരോരോ WWE ഫൈറ്റും. എനിക്ക് WWE അത്ര നൊസ്റ്റാൾജിയ അല്ല. ഞാൻ കാർഡ്സ് കളിച്ചിട്ടുണ്ട്, പിന്നീട് WWE മത്സരം കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ കടുത്ത ആരാധകനല്ല. പക്ഷേ നെക്സ്റ്റ് ഒരീന തുടങ്ങിയതിന് ശേഷം നമ്മളുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ഗെയിംസിലൊന്നാണ് WWE 2K25. അത് ഇവിടെ വരുന്ന ആൾക്കാരെ കളിച്ച് എനിക്ക് WWE കുറച്ചും കൂടി ഇപ്പോൾ പരിചിതമാണ്. അതുകൊണ്ട് ഇതിലെ പല മൂവ്സും ഞാൻ ഡെയിലി കാണുന്ന ഒന്നായതുകൊണ്ടും അതൊക്കെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് ഇപ്പോൾ തോന്നി. ഇതൊരു തിയേറ്റർ വാച്ചിനുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതൊരു ഭയങ്കര മികച്ച സിനിമയല്ല. ടെക്നിക്കലി ഗുഡ് ആണെങ്കിലും കഥ സെറ്റപ്പ് ചെയ്യാൻ എടുക്കുന്ന ആദ്യ ഭാഗങ്ങളും പിന്നീട് നമുക്ക് WWE ഫൈറ്റിന് ശേഷം നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന റോഷൻ മാത്യു, അർജുന അശോകൻ, കുട്ടി ബന്ധം, അതെല്ലാം ഇതിൻ്റെ പോസിറ്റീവ് ആണെങ്കിലും ഇതൊരു കംപ്ലീറ്റ് ആയിട്ടും ഒരു അടിപൊളി പടം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ WWE എന്ന് പറയുന്ന കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവരാണ് തോന്നുന്നു സിനിമയിൽ. അത് തന്നെ ഈ പടത്തെ വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇതൊരു തിയേറ്റർ വാച്ചിനുള്ള ഒരു സിനിമ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ.